എന്റെ ഒരു പരിചയക്കാരൻ രമേശ് ചേട്ടന്റെ കാര്യം പറയും. അദ്ദേഹത്തിന്റെ മകൻ പഠിക്കാൻ നല്ല മിടുക്കനാണ്. +2 ഫുൾ A+ കിട്ടി. സ്കൂളിലും ഏറ്റവും ഒന്നാമനുമായി. ആ കുട്ടി ഒരിക്കൽ വന്ന് പറഞ്ഞു, അച്ഛ, എനിക്ക് ബാംഗ്ലൂരിലെ മികച്ച സ്ഥാപനത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അവന്റെ സന്തോഷം ഭയങ്കരമായിരുന്നു. കാരണം അവൻ അത് പണ്ടേ തുടങ്ങി ആഗ്രഹിച്ചതാണ്. അവന്റെ സ്വപ്നമായിരുന്നു അത്. രമേശ് ചേട്ടന്റെ മുഖത്തും ചിരി പടർന്നു. പക്ഷേ ആ ചിരിക്ക് ഒട്ടും ജീവനില്ലായിരുന്നു. കാരണം ആ കോഴ്സിന് 12 ലക്ഷം രൂപയാണ് ആവശ്യം. അതിന്റെ കൂടെ മറ്റു ചെലവുകൾ, ഹോസ്റ്റൽ ഫീസ്, യാത്രാ ചെലവ്, ഇതെല്ലാം വേണം. അദ്ദേഹം ഒരു ബാങ്കിൽ പോയി സമീപിച്ചു, എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ശ്രമിച്ചു. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ ഈട് വയ്ക്കാനായിട്ട് യാതൊന്നുമില്ലായിരുന്നു. ഒരു പഴയ വീടാണ്, അതിന് വേണ്ട വിലയുമില്ല. അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയാനായിട്ട് ആകെ ഉള്ളത് 2 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ. രമേശ് ചേട്ടൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ആകെ കരയുകയായിരുന്നു. എന്റെ മകന്റെ സ്വപ്നമാണ് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ പോകുന്നത്. അവൻ വളരെ നിലയിൽ ജയിച്ചു. പക്ഷേ ഞാൻ ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയിടുന്നു. കാശില്ലാത്തതുകൊണ്ട് അവന്റെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കാൻ അവനെ നിർബന്ധിക്കേണ്ടി വരുന്നു. നാളെ അവനോട് പറയണം, നിന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ നടക്കില്ല മോനെ, നമുക്കത് ഉപേക്ഷിക്കാമെന്ന്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ അച്ഛന്റെ ഗതികേട് വേറൊരു പിതാവിനും വരാതിരിക്കട്ടെ. കുട്ടികളുടെ സ്വപ്നം അത് നടത്തി കൊടുക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ട് രമേശ് ചേട്ടന് ഇങ്ങനെ സംഭവിച്ചു? അദ്ദേഹം ഒട്ടും മടിയനായിരുന്നില്ല. നല്ല രീതിയിൽ അദ്ദേഹം പണിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എവിടെയോ പിഴച്ചുപോയി. അതെന്താണെന്ന് നമുക്ക് നാളെ നോക്കാം.